ഒരു കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഫ്ലെക്സുകളിൽ നിറഞ്ഞു നിന്ന താരമായിരുന്നു VS അച്യുതാനന്ദൻ. എന്നാൽ ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് സമീപകാലത്തെ പോസ്റ്ററുകൾ. 95 വയസ്സിലും ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി മാറുകയാണ് VS അച്യുതാനന്ദൻ. വഴി വേറെയാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ VSനെ വരവേൽക്കാതിരിക്കാൻ സംസ്ഥാന CPM-ന് കഴിയില്ല. ഈ തിരഞ്ഞെടുപ്പിലും VSനെ വെറുതെ വിടേണ്ടെന്നാണ് CPM-ന്റെ തീരുമാനം. CPM-ന്റെ പ്രധാന പ്രചരണായുധം VS അച്യുതാനന്ദൻ തന്നെയായിരിക്കും. ഈ പ്രായത്തിലും VSന് സാധ്യമാകുന്നിടങ്ങളിലെല്ലാം എത്തിച്ച പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും LDF-ന്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിരുന്ന VSനെ അദ്ദേഹത്തിന്റെ ആരോഗ്യം കൂടി പരിഗണിച്ച് എത്തിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇത്തവണ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് VS അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിൽ VS പങ്കെടുക്കുമെന്നും CPM അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്കായി ഇറക്കുന്ന പോസ്റ്ററുകളിലും മുഖ്യമന്ത്രിക്കൊപ്പം VSും ഉണ്ടാകും. VS കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകും പ്രചാരണ രംഗത്തെ താരം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പരമാവധി സ്ഥലങ്ങളിലെത്താനാണ് പിണറായി വിജയന്റെ തീരുമാനം. പിണറായി വിജയൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. പ്രളയവും ശബരിമലയും ഒക്കെയായി തന്റെ പ്രതിച്ഛായ പാർട്ടിക്കകത്തും ജനങ്ങൾക്കിടയിലും ഉയർന്നെന്ന വിലയിരുത്തലാണ് നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഘടകകക്ഷികളെ ഒതുക്കി സീറ്റ് CPM-നും CPI-ക്കുമായി ചുരുക്കിയതും പിണറായിയുടെ ഇടപെടലായിരുന്നു. AKG സെന്ററിൽ നേരിട്ടെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും അദ്ദേഹമായിരുന്നു. അതേസമയം ടോം വടക്കൻ BJP-യിലേക്ക് ചേക്കേറിയത് വലിയ പ്രചരണായുധമാക്കി മാറ്റുകയാണ് CPM. കോൺഗ്രസ് BJP-യുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നതിൽ പ്രത്യേകം ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ലെന്നും ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ദേശീയ വക്താവ് ടോം വടക്കൻ BJP-യിൽ ചേർന്നത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമയുള്ള കാര്യമല്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി കോൺഗ്രസ് മാറുകയാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതേയുള്ളൂവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ജയിച്ച ജനപ്രതിനിധികളായ കോൺഗ്രസുകാർ BJP-യിലേക്ക് മാറുന്നത് കഷ്ടകരമായ കാര്യമാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഏറ്റവും വലിയ പോരാട്ടം നടന്നുവെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്ന ഗുജറാത്തിൽ 4-5 പേർ BJP-യിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനാൽ അക്കാര്യത്തിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും നല്ല കരുത്തോടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെന്നും ഈ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി വോട്ടർ പ്രതികരിക്കുമെന്നാണ് കരുതേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.